നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഒരു വിളി ചെന്ന എല്ലാം ഇട്ടെറിഞ്ഞ് അരുൺ എന്റെ അടുത്തേക്ക് ഓടി വരും. സംശയമുണ്ടോ? നിക്ക്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഐശ്വര്യയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരവസരം കാത്തിരിക്കുകയാണ് അരുൺ. അല്ലേ? സത്യം പറയ്. ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞത് എങ്ങനെയോ ആവട്ടെ, അത് സത്യാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാ മതി. ഞാനേ ചിലപ്പോ അരുണിനെ വിളിച്ചെന്നിരിക്കും. അത് അരുണിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കും. അരുണിനെ നീ വിളിച്ച അന്നത്തോടെ നിന്റെ അവസാനം. ആയിക്കോട്ടെ, അപ്പൊ എന്റെ അവസാനം നിങ്ങളുടെ വീട്ടിൽ എന്തിന്റെയെങ്കിലുമൊക്കെ ആരംഭമായിരിക്കും. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ ഏട്ടൻ, ആ ഒരു ബഹുമാനമാ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ തന്നത്. പക്ഷെ ഒരു കാര്യം, ഇനി എന്റെ അഭിമാനത്തെ കുത്തി നോവിക്കാൻ വന്നാൽ ഞാൻ തന്നിരുന്ന ബഹുമാനം അങ്ങ് മാറ്റിവെക്കും. മുകളിൽ ആകാശം, താഴെ ഭൂമി, അതാ ഇപ്പൊ എന്റെ അവസ്ഥ. നിലവിട്ട ചിലപ്പോ ഞാൻ എന്തും ചെയ്തു പോവും. അപ്പൊ ഭീഷണി തുടങ്ങിയല്ലേ? ഭീഷണി തുടങ്ങിന്നോ? ആര് ഭീഷണിപ്പെടുത്തി? ഞാനേ പ്രതികരിച്ചു തുടങ്ങി, അങ്ങനെ പറഞ്ഞാ മതി. നിനക്കെന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ കാര്യങ്ങൾ മുഴുവൻ എത്തിക്കുന്നുണ്ടല്ലേ? സത്യം പറ, ആ ശ്യാമ നിന്നെ കാണാറുണ്ടോ? ശ്യാമയേക്കാൾ എനിക്കടുപ്പം നിങ്ങളുടെ അമ്മയോടാ, വസുന്ധരാമ്മയോട്. ഞാൻ രക്തം കൊടുത്തത് ആർക്കാ? എന്റെ അമ്മായിയമ്മ ആകാനിരുന്ന ആളിന്, എന്നെ അരുണിൽ നിന്ന് അകറ്റിയ ആളിന്. പണ്ടെന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്തോണ്ട് എന്നെ മനസ്സിലായിട്ടില്ല. എന്റെ പേരും വേറെയാണല്ലോ. അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്കാണ് എന്നോട് കൂടുതൽ ബന്ധം. അല്ല, എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ആ ശ്യാമ കാര്യങ്ങളൊക്കെ ചോർത്തി തരുന്നുണ്ട്. അന്ന് നീ വീട്ടിൽ വന്നപ്പോ ശ്യാമയല്ലേ നിന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്? പറ, ശ്യാമയ്ക്കറിയാമോ നീയും അരുണും തമ്മിലുള്ള ബന്ധം? പറടി. ആദ്യമായിട്ട് ഇനി ആരെ അറിയിക്കാതിരുന്നാ മതി. അശ്വതി, ഞാൻ നിനക്ക് ഒരാഴ്ച കൂടി സമയം തരും. അതിനിടയിൽ നീ നാട്ടിൽ നിന്ന് പോയിരിക്കണം. അതല്ലെങ്കിൽ എന്താ നടക്കുന്നതെന്ന് നീ കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.